പെരിയ കേസിൽ ഉദുമ മുൻ എംഎൽഎ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് സിബിഐ കോടതി. 10 പേരെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. സിബിഐ പ്രതി ചേർത്ത 10-ൽ 4 സിപിഎം നേതാക്കളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. അഹമ്മദ് മുസ്തബ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുസ്തബ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് സിപിഎമ്മിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസാണ് ഈ പെരിയ ഇരട്ടക്കൊലക്കേസ്. ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും സിബിഐ പ്രതി ചേർത്തിരിക്കുന്ന സിപിഎം നേതാക്കളെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. തീർച്ചയായും അമൃത, ഈ കോടതിയിൽ എന്തായാലും ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ, പ്രത്യേകിച്ച് 8 പേർക്കെതിരെ ഡയറക്റ്റ് കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്കെതിരെ ഇവരിൽ തടവിൽ നിന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം, ഇതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. എന്തായാലും 24 പ്രതികളിൽ 10 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. 10 പേരെ വെറുതെ വിടുന്നു. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത പ്രതികളിൽ 4 പേരെയും CBI പ്രതി ചേർത്ത പ്രതികളിൽ നിന്ന് 6 പേരെയും കോടതി വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 1-ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ, 2-ാം പ്രതി പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ സജി ജോർജ് എന്ന് പറയുന്ന CJ സജി, അതോടൊപ്പം തന്നെ 3-ാം പ്രതി സുരേഷ്, 4-ാം പ്രതി അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി സുധിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. ഇവർക്കെതിരെ എന്തായാലും കൊലപാതക കുറ്റവും ഗൂഢാലോചനയും ആസൂത്രണ കുറ്റവും തെളിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ കെ മണികണ്ഠൻ, 10-ാം പ്രതി രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ 20-ാം പ്രതി ഉദുമ മുൻ MLA കൂടിയായിട്ടുള്ള KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവർ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവർക്കെതിരെ ഈ അവസാനം പറഞ്ഞ CBI പ്രതി ചേർത്തിൽ 15, 14, 19, 15, 20, 21, 22 ഈ പ്രതികൾക്കെതിരെ എന്തായാലും പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോകൽ, 225 IPC വകുപ്പ് പ്രകാരം അവരെ രക്ഷപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ എന്തായാലും 24 പ്രതികളിൽ 10 പേരെ വെറുതെ വിടുകയും ബാക്കി 14 പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു. എന്തായാലും കോടതിയിൽ പ്രതികളുടെ ഗിൽറ്റി അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു ഇത് കുറച്ചുകൂടി നാടകീയമായിരുന്നു എന്ന് വേണം പറയാൻ. കാര്യം ഒരു പ്രതി ഇതിനകത്ത് തൻ കുറ്റക്കാരനല്ല എന്ന് പറയുകയും ഒപ്പം തന്നെ അതിയായ പ്രയാസമുണ്ട്, തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നതുൾപ്പെടെയുള്ള നാടകീയ രംഗങ്ങളും കോടതിയിലുണ്ടായി. എന്തായാലും കോടതി പ്രതികളുടെ ഭാഗവും കൂടി കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ പ്രതികളും തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കോടതിയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CBIയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അവർ നേരത്തെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ആളുകളിൽ നിന്ന് വീണ്ടും 10 പേരെ കൂടി അധികമായി CBI പ്രതി ചേർത്തിരുന്നു. അതിൽ 4 പേർ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിൽ കാര്യമായ വകുപ്പുകൾ ഒരു പ്രതിക്ക് മാത്രമുള്ളെങ്കിൽ പോലും മറ്റ് പ്രതികളെ കൂടി, പ്രത്യേകിച്ച് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിയിക്കപ്പെട്ടതിനാൽ CBIയെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടമാണ്. പക്ഷേ പ്രതിഭാഗം പറയുന്നത് അങ്ങനെ ഈ CBI പ്രതി ചേർക്കപ്പെട്ടവരിൽ നിസാര വകുപ്പുകൾ ഉൾപ്പെടുത്തി മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CBI കെട്ടിപ്പൊക്കിയ വാദം തെളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അപ്രസക്തമായിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വാദമാണ് പ്രതിഭാഗം പറയുന്നത്. എന്തായാലും ഈ കേസിൽ ജനുവരി 3-ന് കോടതി ശിക്ഷ വിധിക്കാനാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മുസ്തഫ, ഇനിയിപ്പോൾ അത്ര ദിവസമില്ല, വെള്ളിയാഴ്ച വിധി വരാനിരിക്കുന്നു. അപ്പോൾ നിലവിൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രതികൾക്ക് എന്താ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്? അമൃത, വളരെ വിശദമായി ഈ വിഷയത്തിൽ ഓരോ പ്രതികൾക്കെതിരെയുള്ള കുറ്റവും നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അങ്ങനെ 8 വരെയുള്ള പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് വിവിധ കുറ്റങ്ങൾ, IPC 302 പ്രകാരമുള്ള കൊലപാതക കുറ്റമുണ്ട്. ഒപ്പം തന്നെ നിയമവിരുദ്ധമായി സംഘം ചേരൽ, ക്രിമിനൽ ഗൂഢാലോചന, ആസൂത്രണം, ഒപ്പം തന്നെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കലാപ ശ്രമം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശം വെക്കുക, തടഞ്ഞു നിർത്തൽ, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കുറ്റങ്ങളുണ്ട്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള
വകുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ഈ കേസിൽ എന്തായാലും ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കും. അത് വേണമെന്നുള്ളത് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും CBIയും കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 225 വകുപ്പുകൾ പ്രകാരം 4 പേർക്കെതിരെ ഈ പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുണ്ട്. അത് IPC 225 പ്രകാരം പരമാവധി 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് അനുഭവിക്കലോ ഉള്ള കുറ്റങ്ങളാണ് ഉണ്ടാവുക. എന്തായാലും ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം 10 പേരെ കോടതി വെറുതെ വിട്ടു. അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.